അർജുൻ എവിടെയാണ്? ജീവിച്ചിരിപ്പുണ്ടോ? എന്ത് മറയ്ക്കാനാണ് അവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നത്? നമസ്കാരം, മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ 8 ദിവസമായി അർജുന് വേണ്ടിയുള്ള തിരച്ചിലാണ്. കുടുംബം മുഴുവൻ പ്രതീക്ഷയിലാണ്. ഇന്നലെ അമ്മയുടെ വാക്കുകൾ, കരഞ്ഞുകൊണ്ട് അർജുന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ, എവിടെയാണെങ്കിലും മകൻ എത്ര രാത്രിയാണെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കാതെയോ അവൻ ഇരിക്കാറില്ല, എത്ര ദൂരത്തേക്ക് പോയതാണെങ്കിലും. മൺകൂനയിൽ തന്നെ അർജുൻ ഉണ്ട് എന്ന ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഒന്നടക്കം പറയുന്നുണ്ട്. മാത്രമല്ല ഭാരത് ബെൻസും ഈ ഭാരത് ബെൻസിന്റെ അർജുൻ ഓടിച്ച ഭാരത് ബെൻസിന്റെ ഡ്രൈവർ മനാഫും പറയുന്നുണ്ട് GPS മൺകൂനയ്ക്കുള്ളിൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന്. എന്നിട്ടും എന്തുകൊണ്ട് മൺകൂനയ്ക്കുള്ളിൽ കൃത്യമായ തിരച്ചിൽ നടത്തുന്നില്ല എന്നുള്ളതാണ്. എന്ത് മറയ്ക്കാനാണ് ശ്രമിക്കുന്നത്? അത് തന്നെയാണ് മനാഫ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇന്ന് സൈന്യവും NDRFും നേവിയും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. തിരച്ചിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത് ഗംഗാവലി പുഴയ്ക്ക് ഉള്ളിലേക്കാണ്. പുഴയിൽ അർജുന്റെ ലോറിയും ആ ലോറിക്കുള്ളിൽ അർജുനുമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരുടെയും നോക്കിക്കാണുന്നത്. പക്ഷേ അപ്പോഴും ഇതേക്കുറിച്ച് അറിയാവുന്നവരൊന്നടങ്കം പറയുന്നു അർജുൻ മൺകൂനയ്ക്കുള്ളിൽ തന്നെയാണ്. ഇനി മറ്റൊരു സാധ്യതയായി ചിലർ പറയുന്നത് അർജുൻ ലോറിക്കകത്തുണ്ടാകില്ല, ചിലപ്പോൾ ലോറി ലോക്ക് ചെയ്തിട്ട് ചായ കുടിക്കാനോ മറ്റോ പോയ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എങ്കിൽ ലോറി മൺകൂനയിലും അർജുൻ ചിലപ്പോൾ പുഴയിലേക്ക് ഒലിച്ചു പോകാനുള്ള സാധ്യതയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകളും പറയുന്നത്. എന്തായാലും ഇന്ന് മാധ്യമ പ്രവർത്തകർക്കോ സിവിലിയൻസിനോ, അതായത് രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ളവർക്കോ ആ പ്രദേശത്തേക്ക് ശിരൂരിലെ അങ്കോവലിയിലേക്ക് പ്രവേശനമില്ല. അർജുന്റെ ബന്ധുവായ ജിതിന് മാത്രമാണ് അവിടെ പ്രവേശനം ഉള്ളത്. അർജുനെ കുറിച്ചുള്ള തിരച്ചിൽ 8ാം നാൾ പിന്നിടുമ്പോഴും ഇനിയും എത്ര നാൾ ആ കുടുംബം കാത്തിരിക്കണം? അർജുൻ നേരത്തെ തന്നെ അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ അപകടം നടന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നു എങ്കിൽ ഇതിനു മുന്നേ അർജുനെ നമുക്ക് വീണ്ടെടുക്കാമായിരുന്നു, അർജുനെ നമുക്ക് ലഭിക്കുമായിരുന്നു. ഇനിയും എത്ര നാൾ ആ കുടുംബം കാത്തിരിക്കണം? പ്രതീക്ഷയേറ്റ ആ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ ആരാണുള്ളത്? എന്താണ് അർജുന് സംഭവിച്ചത്? അതെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ഇവിടത്തെ സർക്കാരിനോ, കർണാടക സർക്കാരിനോ, നേവിക്കോ, സൈന്യത്തിനോ, NDRF ടീമിനോ കഴിയുമോ? ഇത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഒന്നടക്കം ചോദിക്കുന്നത്. ഒരൊറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ, അർജുൻ ജീവനോടെയുണ്ടോ? അർജുനെ ജീവനോടെ ആ അച്ഛനും അമ്മയ്ക്കും നൽകാൻ ഈ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിയവർക്ക്, അർജുനെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയവർക്ക് കഴിയുമോ? അർജുൻ എവിടെയാണ്? എന്തായാലും ആ ലോറിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അർജുൻ എങ്ങോട്ട് പോയി? ഇതിനൊക്കെയുള്ള ഉത്തരം ഇനി എത്ര നാൾ കാത്തിരുന്ന് അറിയേണ്ടി വരും. കുടുംബത്തിന്റെ പ്രതീക്ഷ അസ്തമിച്ചോ? ആ ലോറി എങ്ങോട്ടാണ് പോയത്? ചോദ്യങ്ങൾ ഒരുപാടാണ്. ഞങ്ങൾക്കറിയാം സൈന്യവും നേവിയും NDRFും എല്ലാം ആത്മാർത്ഥമായി തന്നെയാണ് പരിശ്രമിക്കുന്നത്, ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഞങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ? അതിനുള്ള ഉത്തരം നൽകാൻ ഇന്നെങ്കിലും ഇവർക്കൊക്കെ കഴിയുമോ? ക്യാമറാമാൻ രാജീവ് ആയപ്രമനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.